Mesmerizing wedding collection. Tejaswini by Chungat Jewelry. മാവേലി ജ്വല്ലറി അങ്കമാലി. റോബോട്ടിക് സർജറിയിലൂടെ 54-കാരിയുടെ വയറ്റിലുണ്ടായ വലിപ്പമേറിയ ഗർഭപാത്രമുഴ നീക്കം ചെയ്ത് അങ്കമാലി അപ്പോളോ അറ്റ്ലസ് ആശുപത്രിയിലെ മെഡിക്കൽ സംഘം. ഇടുക്കി സ്വദേശിനിയായ 54-കാരിയുടെ വയറ്റിൽ നിന്നുമാണ് 4.823 കിലോഗ്രാം ഭാരമുള്ള മുഴ നീക്കം ചെയ്തത്. റോബോട്ടിക് സർജറിയിലൂടെ ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്രയും വലിപ്പമുള്ള ഗർഭപാത്രമുഴ നീക്കം ചെയ്യുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. 54 വയസ്സ് പ്രായമുള്ള ഇടുക്കി സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീയിലെ വയറിൽ നിന്ന് നമുക്ക് റോബോട്ടിക് ശസ്ത്രക്രിയ വഴി ഓൾമോസ്റ്റ് 5 കിലോഗ്രാം വരെ ഭാരമുള്ള, അതായത് 4.82 kg ആണ്, അത്രയും ഭാരമുള്ള ഒരു ഗർഭപാത്രം മുഴയോടുകൂടി നമ്മൾ നീക്കം ചെയ്തു. ആക്ച്വലി ഇൻറ്റ്യൂട്ടീവ് സർജിക്കൽസ്, അതായത് ഈ റോബോട്ടിക് മെഷീൻ്റെ കമ്പനിയാണത്. ഇൻറ്റ്യൂട്ടീവ് സർജിക്കൽസ്, അതായത് റോബോട്ടിക് സർജറീസിൽ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഇതുപോലൊരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാക്സിമം റിപ്പോർട്ടഡ് സൈസ് ഒരു 3.2 kg ആണ്. മിനിമലി ഇൻവേസീവ് എന്നതിലുപരി കൃത്യത, രക്തനഷ്ടത്തിനുള്ള സാധ്യതക്കുറവ്, കുറഞ്ഞ ആശുപത്രിവാസം എന്നിവയാണ് റോബോട്ടിക് സർജറിയുടെ നേട്ടങ്ങളെന്നും ഡോക്ടർ ഊർമിള സോമൻ പറഞ്ഞു. ഇത്രയും വലിയ സൈസുള്ള ഒരു ഗർഭപാത്രത്തോടുകൂടി മുഴ നീക്കം ചെയ്യുന്ന റോബോട്ടിക്കിൽ റിപ്പോർട്ടഡ് കേസസ് ഇല്ല. രണ്ടാമത്തെ കാര്യം, ബ്ലഡ് ലോസ് ഡ്യൂറിങ് സർജറി 40 ml ഒക്കെ റെക്കോർഡഡ് ആണ്. അപ്പോൾ അത് അടുത്ത നമുക്ക് ഇതും സാധിക്കുമെന്ന് ഈവൻ ഇൻറ്റ്യൂട്ടീവ് സർജിക്കൽസിന് വരെ ഇതൊരു കൗതുകമായിരുന്നു. അടുത്ത ആൾക്കാർക്ക് അടുത്ത ഡോക്ടേഴ്സിനെ നമുക്ക് പഠിപ്പിക്കാനും ഇതുകൊണ്ട് ഇത് സാധ്യമാകും എന്നുള്ള ഒരു നമ്മൾ പ്രൂവ് ചെയ്യുമായിരുന്നു. അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, ഞാൻ ഈ പറഞ്ഞതുപോലെ സിംഗിൾ പീസായിട്ട് മോഡുലേറ്റ് ചെയ്തെടുക്കുക. അതൊക്കെ ഒരു സർജിക്കൽ ടെക്നിക്കും അത് നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു സംഭവമാണ്. കാലിലുണ്ടാകുന്ന വീനസ് അൾസർ ഭേദമാകാത്തതിനെ തുടർന്നാണ് ഇടുക്കി സ്വദേശിനിയായ 54-കാരി അങ്കമാലി അപ്പോളോ അറ്റ്ലസ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നത്. കാലിലേക്കുള്ള രക്തയോട്ടം ദുർബലമാകുന്നതിനെ തുടർന്ന് രക്തം കെട്ടിക്കിടന്ന് വിട്ടുമാറാത്ത മുറിവായി തുടരുന്ന അവസ്ഥയാണ് വീനസ് അൾസർ. പൂർവ്വ ഗർഭാവസ്ഥയിലുള്ള ഒരു സ്ത്രീയുടെ അതേ വലുപ്പമുള്ള വയറുമായാണ് ഇടുക്കി സ്വദേശിനി ആശുപത്രിയിൽ എത്തിയത്. രോഗിയിൽ നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് വയറ്റിലെ ഫൈബ്രോയിഡ് കണ്ടെത്തിയത്. വലുപ്പമേറിയ ഫൈബ്രോയിഡിന്റെ സമ്മർദ്ദം കാരണം രക്തയോട്ടം സുഗമമായി നടക്കാത്തതിനാൽ അമിത രക്തസമ്മർദ്ദത്തിന്റെ ബുദ്ധിമുട്ടുകളും രോഗിക്കുണ്ടായിരുന്നു. രോഗിയുടെ ആരോഗ്യാവസ്ഥ കണക്കിലെടുത്ത് വാരിയലിന് സമീപം വരെ വളർന്നിരുന്ന ഫൈബ്രോയിഡ് റോബോട്ടിക് സർജറിയിലൂടെ നീക്കം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ലീഡ് കൺസൾട്ടന്റായ ഡോക്ടർ ഊർമിള സോമന്റെ നേതൃത്വത്തിൽ നടന്ന സർജറിയിൽ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർ അമ്പിളി ജോസ്, ഡോക്ടർ മുക്ത, അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ഹോർമിസ് സ്റ്റീഫൻ എന്നിവർ പങ്കെടുത്തു.